മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ച് അവിശ്വസനീയമായ ചില കാര്യങ്ങൾ. ഇതുവരെ തെളിയിക്കപ്പെടാൻ കഴിയാത്ത ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നാണ് മനുഷ്യ മസ്തിഷ്കം. ശാസ്ത്രത്തിന്റെ ലോകത്തിലായിരിക്കുമ്പോഴും മസ്തിഷ്കത്തെയും മനസ്സിനെയും സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ഗവേഷകരെയും ശാസ്ത്രജ്ഞരെയും കീഴടക്കി കളയുന്നു. മനുഷ്യ മസ്തിഷ്കത്തെ സംബന്ധിക്കുന്ന അത്ഭുതകരമായ ചില ഫാക്റ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മസ്തിഷ്കം ഉറക്കത്തിലും സജീവമാണ്. രാത്രിയിൽ മസ്തിഷ്കം അധികം പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ യഥാർത്ഥത്തിൽ രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോഴാണ് തലച്ചോർ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ സ്വപ്നത്തിലാണെങ്കിലും അല്ലെങ്കിലും ഒട്ടും ഉറങ്ങാത്ത ഒരു അവയവമാണ് തലച്ചോർ. തലച്ചോറിന് ഭാവി പ്രവചിക്കാൻ കഴിയും. എങ്ങനെ സംഭവിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞർക്ക് ഒരു തെളിവും ലഭിക്കാത്ത തലച്ചോറിന്റെ ഏറ്റവും വിചിത്രമായ സവിശേഷതകളിൽ ഒന്നാണിത്. തലച്ചോറിന് ഭാവി പ്രവചിക്കാനുള്ള കഴിവുണ്ടെന്ന് ശാസ്ത്രലോകം സമ്മതിക്കുന്നു. നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന പലതും പിന്നീട് യഥാർത്ഥത്തിൽ സംഭവിക്കാറുണ്ട്. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത സംഭവത്തെക്കുറിച്ച് സൂചന നൽകുന്ന തലച്ചോറിലെ മിഡ് ബ്രെയിൻ ഡോപാമിൻ സിസ്റ്റമാണ് ഭാവിയെക്കുറിച്ച് പ്രവചനം നടത്തുന്നത്. പുരുഷന്മാർ തലച്ചോർ കൂടുതൽ ഉപയോഗിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്ത്രീകൾ ചിലപ്പോൾ അശക്തരാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? കാരണം മറ്റൊന്നുമല്ല, പുരുഷന്മാരെ അപേക്ഷിച്ച് 10% കുറവാണ് അവർ തലച്ചോർ ഉപയോഗിക്കുന്നത്. വേദന അനുഭവപ്പെടില്ല. തലച്ചോറിനെ സംബന്ധിക്കുന്ന വിചിത്രമായ കാര്യങ്ങളിൽ ഒന്നാണിത്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വേദന അനുഭവപ്പെടുമ്പോൾ തലച്ചോറിന് മാത്രം വേദന അനുഭവപ്പെടില്ല. വേദനാ സ്വീകാരികൾ ഇല്ലാത്തതാണ് ഇതിന് കാരണം. അതിനും കൂടിയുള്ള സ്ഥലം ചിലപ്പോൾ ഇല്ലായിരിക്കും. അതുല്യത. ഓരോരുത്തരുടെയും തലച്ചോറിന് വ്യത്യസ്ത വലുപ്പമായിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് പ്രധാനമായും ബുദ്ധിശക്തി നൽകുന്നത്. തലച്ചോറിന് വലുപ്പം കൂടിയവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള കഴിവ് കൂടുതലായിരിക്കും. ഊർജം. ശരീരത്തിലെ മറ്റ് അവയവങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഊർജ ഉപഭോഗം കൂടുതൽ തലച്ചോറിനാണ്. പൂർണ്ണ വികാസം. യുവാക്കളുടെ തലച്ചോർ പൂർണ്ണമായി വികസിച്ചിട്ടില്ല. വികസിച്ചു കൊണ്ടിരിക്കുന്ന തലച്ചോറിനനുസരിച്ചായിരിക്കും ഇവരുടെ സ്വഭാവവും. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മനുഷ്യ മസ്തിഷ്കം. ഭൂമുഖത്തുള്ള എല്ലാ ജീവികളിലും കാണപ്പെടുന്ന അവയവങ്ങളിൽ വെച്ച് ഏറ്റവും സങ്കീർണമായതാണ് ഇത്. മറ്റ് സസ്തനികളുടെ മസ്തിഷ്കത്തിന് തുല്യമായ ഘടനയോടുകൂടിയുള്ളതാണ് മനുഷ്യ മസ്തിഷ്കവും. പക്ഷേ ഇതേ വലിപ്പമുള്ള മറ്റു സസ്തനികളുടെ മസ്തിഷ്കങ്ങളുടെ ശരാശരി വലിപ്പത്തെക്കാളും 3 ഇരട്ടിയിൽ കൂടുതൽ വലിപ്പമുണ്ട് മനുഷ്യ മസ്തിഷ്കത്തിന്. സെറിബ്രൽ കോർട്ടെക്സ് എന്ന ഭാഗമാണ് കൂടുതൽ വികാസം പ്രാപിച്ചിരിക്കുന്നത്. മസ്തിഷ്കത്തിന്റെ മുൻപിൽ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണിത്. ഇതിൽ മുൻനിര ലോബുകൾ കൂടുതൽ വികസിച്ചതായി കാണപ്പെടുന്നു. ഈ ഭാഗമാണ് സ്വയം നിയന്ത്രണം, ആസൂത്രണം, വിശകലനം, ചിന്ത തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. മനുഷ്യരിൽ കാഴ്ചയ്ക്ക് വേണ്ടി തലച്ചോറിൽ നീക്കിവെച്ചിരിക്കുന്ന ഭാഗം വളരെ കൂടുതലാണ്.